നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വസനീയമല്ല എന്ന് വിചാരണ കോടതി ഉത്തരവ്. ദിലീപിനെ കണ്ടത് ആലുവയിലെ പുഴയോരത്തെ വീട്ടിൽ എന്നായിരുന്നു മൊഴി. പക്ഷേ ദിലീപ് ആ സമയം പറവൂർ കവലയിലുള്ള വീട്ടിലായിരുന്നു എന്നതിന് തെളിവുണ്ട്. ദിലീപിന്റെ ഗൃഹപ്രവേശനത്തിന് വീട്ടിലെത്തിയെന്ന വാദത്തിനും അടിസ്ഥാനമില്ല. ദിലീപിനെ പ്രതി ചേർത്തത് മുതലുള്ള അന്വേഷണം ശരിയായ ദിശയിലല്ലായിരുന്നുവെന്നും കോടതി ഉത്തരവ് പറയുന്നു. ഷബ്നയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. ബാലചന്ദ്രകുമാർ എങ്ങനെയാണ് ഈ കേസിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് കോടതി ബാലചന്ദ്രകുമാറിനെ അവിശ്വസിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി ചോദ്യമായി ഉയരുന്നത്. ഷബ്ന, സ്വാതി, ഈ ബാലചന്ദ്രകുമാറിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട റോള് ഈ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചില വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാർ നടത്തുന്നത്. ഈ കേസിന്റെ വിചാരണ ഏറെക്കുറെ പൂർത്തിയാകാറായ സാഹചര്യത്തിലായിരുന്നു ബാലചന്ദ്രകുമാർ ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. ബാലചന്ദ്രകുമാർ ഈ സ്വകാര്യ ചാനലിലൂടെ പറഞ്ഞിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തി, അതിന് തന്റെ കയ്യിൽ തെളിവുകളുണ്ട്, താൻ അതിന് സാക്ഷിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണം എന്നൊരാവശ്യം പോലീസ് തന്നെ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ, ഈ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ട്. ദിലീപിന്റെ സുഹൃത്തടക്കമുള്ളവർ ഈ കേസിലെ തെളിവ് നശിപ്പിക്കാൻ തയ്യാറായി. അതിനുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതിന് താൻ സാക്ഷിയാണ്, ദിലീപിന്റെ വീട്ടിൽ താൻ എത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നത്. തുടരന്വേഷണം നടക്കുമ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. ഇപ്പോൾ കോടതി ഉത്തരവ് പുറത്തു വരുമ്പോൾ കോടതി ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത് ബാലചന്ദ്രകുമാർ അന്ന് പറഞ്ഞിരുന്നത് ദിലീപിന്റെ ആലുവയിലെ പുഴയോരത്തുള്ള വീട്ടിൽ ആയിരുന്നു ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്, അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോഴാണ് തനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായത് എന്നായിരുന്നു. എന്നാൽ ദിലീപ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിന് ശേഷം പറവൂർ കവലയിലുള്ള വീട്ടിലായിരുന്നു താമസം. ഈ സമയം, അതായത് ഈ ബാലചന്ദ്രകുമാർ പറയുന്ന സമയത്ത് പറവൂർ കവലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് പ്രതിഭാഗം തെളിയിച്ചത്. ഇതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വസനീയമല്ല എന്ന ഒരു തെളിവിന് കാരണമായി പറയുന്നത് ഇതായിരുന്നു. മറ്റൊന്ന്, ബാലചന്ദ്രകുമാർ നടത്തിയിട്ടുള്ള മറ്റ് ചില തെളിവുകൾ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാർ കൊണ്ടുവന്ന മറ്റ് ചില കാര്യങ്ങളായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കും എന്ന രീതിയിൽ പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത് അവർ അനുഭവിക്കും എന്നാണ് പറഞ്ഞത്. അതിന് ബാലചന്ദ്രകുമാർ പറഞ്ഞ മൊഴി അവരെ അനുഭവിപ്പിക്കും എന്നതായിരുന്നു. അത്തരത്തിൽ മാറ്റി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. താൻ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്ന് ദിലീപ് മൊഴി കൊടുത്തിരുന്നു. അതായിരുന്നു മറ്റൊരു കാരണമായി കോടതി ചൂണ്ടിക്കാണിക്കുകയും അത് വ്യക്തമാക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് ഈ തുടരന്വേഷണം നടത്തി ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ ഇതിൽ പ്രതി ചേർക്കുന്നത്. ശരത്തിനെ അടക്കം കോടതി ഇപ്പോൾ ഈ ഉത്തരവ് വരുമ്പോൾ വെറുതെ വിട്ടുകൊണ്ടാണ് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഷബ്ന, മറ്റൊരു കാര്യം, ഈ ഒന്നാം കുറ്റപത്രം കോടതി അംഗീകരിക്കുമ്പോഴും രണ്ടാം കുറ്റപത്രത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടാം കുറ്റപത്രത്തിലാണ് ദിലീപിന്റെ അടക്കം പേരുകൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോടതി അത്തരത്തിൽ ഈ രണ്ടാം കുറ്റപത്രത്തെ അങ്ങനെ തള്ളുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത്? സ്വാതി, ഇതിന്റെ ആദ്യ കുറ്റപത്രം എന്ന് പറയുന്നത് ആദ്യമായി ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആദ്യ കുറ്റപത്രത്തിൽ നമുക്കറിയാം, ഒന്നാം പ്രതിയായ പൾസർ സുനി ഉൾപ്പെടെ 6 പേരെ, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെ ഉൾപ്പെടുത്തി ഇത് നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, അതായത് ഈ പൾസർ സുനി നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടായ ഒരു സംഭവം അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിയ ഒരു അതിക്രമം എന്ന രീതിയിലാണ് ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഈ 6 പേരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ 6 പേർ ചേർന്ന് നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നടിയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാനാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷമാണ് ഈ ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ച് കോടതി ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ ഉത്തരവിൽ നടത്തിയിട്ടുള്ളത്. രണ്ടാം ഭാഗത്തായിട്ടാണ് ദിലീപിന് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങൾ വരുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ ഈ കേസ് പോകുന്നത്. അതിനുശേഷം ദിലീപിനെതിരെ അന്വേഷണം നടത്തി ഈ രണ്ടാം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിലീപിനെതിരെ കൊണ്ടുവന്ന തെളിവുകളെല്ലാം തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഒരു തെളിവും കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ പറ്റിയില്ല എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. പല ഘട്ടങ്ങളിൽ ദിലീപ് പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി, 7 ഇടങ്ങളിൽ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള തെളിവുകൾ ഒന്നും തന്നെ കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം കുറ്റപത്രവും അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട അന്വേഷണത്തെയും കോടതി തള്ളുകയാണ്. ശരി ഷബ്ന.